നമസ്കാരം. IBSന്റെ സക്സസ് സ്റ്റോറി സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് JAIIB പരീക്ഷ വിജയകരമായി പൂർത്തിയാക്കിയ ഒരു ബാങ്കറാണ്. നമസ്കാരം സാർ. ഓക്കെ, ആദ്യം തന്നെ IBSന്റെയും എന്റെയും വക ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഓക്കെ സാർ, ഞങ്ങളുടെ പ്രേക്ഷകർക്ക് സാറിനെ ഒന്ന് പരിചയപ്പെടുത്താവോ? ഓഫ് കോഴ്സ്, വൈ നോട്ട്. എൻ്റെ പേര് യദു സർ. ഞാൻ ഫെഡറൽ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു ആസ് എ കസ്റ്റമർ സർവീസ് അസോസിയേറ്റ്. ഇറ്റ്സ് ബീൻ 3 years. ഇപ്പൊ 3 വർഷമായി ഞാൻ കയറിയിട്ട്. ആൻഡ് പിന്നെ IBS ആയിട്ടുള്ള ബന്ധം തുടങ്ങിയിട്ട് ഇറ്റ്സ് അറൌണ്ട് 6 months ഐ ഗെസ്. അപ്പൊ 3 വർഷത്തില് ഇപ്പോഴാണോ JIB ചെയ്യാൻ തീരുമാനിച്ചത് കറക്റ്റ് ആയിട്ട്? അല്ല, സീരിയസ്ലി അല്ല. ഞാൻ സ്റ്റാർട്ടിങ്ങില് ഇതിനെപ്പറ്റി ലൈക്ക് ബാങ്കിൽ കയറുമ്പോഴേ നമ്മൾ ഒബ്വിയസ്ലി ആൾക്കാർ പറയുന്ന ഫസ്റ്റ് ഒരു കാര്യമാണ് എങ്ങനെയെങ്കിലും ഫസ്റ്റ് തന്നെ JIB CIB എഴുതിയെടുക്കുക എന്നുള്ളത്. അപ്പൊ തൊട്ടേ ഞാൻ കയറുമ്പം ലൈക്ക് ഫ്രം ദ ഓറിയന്റേഷൻ സൈഡ് ഇറ്റ് ഞാൻ തൊട്ട് കേൾക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇവിടെ അല്ലായിരുന്നു, എനിക്ക് ഫസ്റ്റ് പോസ്റ്റിംഗ് കിട്ടിയത് മുംബൈ ആയിരുന്നു. സോ പ്രോബ്ലം എന്നാന്ന് വെച്ചാൽ നമ്മൾ പ്രിപ്പയർ ചെയ്യും, നമുക്ക് എക്സാം എഴുതാൻ പറ്റൂല. ബിക്കോസ് എന്റെ സെന്റർ വാസ് 150 കിലോമീറ്ററിന് അപ്പുറത്തായിരുന്നു. അപ്പം ഫസ്റ്റ് എക്സാം എഴുതാൻ തന്നെ ഞാൻ ചെല്ലുമ്പോഴും തന്നെ രണ്ട് തവണ അങ്ങനെ ഞാൻ രജിസ്റ്റർ ചെയ്ത് എനിക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ടായില്ല. ബിക്കോസ് ട്രെയിൻ ഡിലേസ് കാര്യങ്ങളൊക്കെ വന്ന് അങ്ങനെ എന്റെ 2 അറ്റംപ്റ്റ് പോയി. ഞാൻ ആ പേപ്പറേ കണ്ടിട്ടുണ്ടായില്ല, എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ നാട്ടിലേക്ക് ട്രാൻസ്ഫർ കിട്ടി. പിന്നെയാണ് IBSന്റെ കോച്ചിങ് എടുത്തത്. ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ നാട്ടിൽ, ബിക്കോസ് ആ സൈഡ് ഞാൻ നോർത്തിന്റെ സൈഡ് ആയതുകൊണ്ട് എനിക്ക് അറിയാൻ മേല കോച്ചിങ് ഉണ്ടെന്നോ ഒന്നും എനിക്ക് അറിയാൻ വേണ്ടിയില്ല. ഞാൻ റൂറൽ സൈഡിലായിരുന്നു പോസ്റ്റിംഗ് ഉണ്ട്. അപ്പോ ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് ആൾക്കാർ നമ്മൾ അറിയുന്നത് ഇങ്ങനെ കോച്ചിങ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പ്രിപ്പയർ ചെയ്യാം. സെൽഫ് സ്റ്റഡി ഇത്രയും കൂടെ ഡിഫിക്കൽട്ട് ആണെന്ന് പിന്നീട് അറിയുന്നത്. ഇപ്പം ബാങ്കിലെ ജോലി തിരക്ക്, പിന്നെ ഈ പേഴ്സണൽ ആയിട്ടുള്ള പല ബുദ്ധിമുട്ടുകള്, പിന്നെ അതുപോലെ തന്നെ സ്റ്റഡീസ്, ഇതെല്ലാം കൂടെ എങ്ങനെ മാനേജ് ചെയ്ത് സമയം എങ്ങനെ കണ്ടെത്തി? സമയം അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ലിറ്ററലി അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നമ്മൾ ഇതിന് സമയം കാണാനായിട്ട് ഇരിക്കുമ്പോഴാണ് പ്രശ്നം. നമ്മുടെ പ്രയോറിറ്റീസ് നമ്മൾ നോക്കിയാൽ ഇപ്പൊ നമ്മൾ ജോലിക്ക് പോകുന്നില്ലേ, നമ്മളത് വലിയൊരു ഭാരമായിട്ട് കാണുന്നില്ല. എനിക്ക് പഠിക്കണം. പ്രൈമറിയിൽ നിന്ന് ഇപ്പൊ 2 എക്സാം നമുക്ക് മിസ്സായി, 3rd എക്സാം എങ്ങനെയെങ്കിലും ക്ലിയർ ചെയ്യണതിനെക്കാളും കൂടുതൽ നമുക്ക് അറിവ് കിട്ടുകയാണ് ചെയ്യുന്നത്. നമ്മൾ പഠിക്കുന്നവരെ ഞാനിത് ജസ്റ്റ് ഫോർ സേക്ക് ഓഫ് പ്രൊമോഷൻ അല്ലെങ്കിൽ ഫോർ സേക്ക് ഓഫ് ഇൻസെന്റീവ് അല്ല ഞാൻ പിന്നെ കണ്ടത്. ഞാനങ്ങനെ കാണലേ നിർത്തി. എനിക്ക് അതാണ് എന്റെ ടേണിംഗ് പോയിന്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ബിക്കോസ് എനിക്ക് നോളജ് വേണം. ആസ് ഫോർ മീ, ഞാൻ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വന്നത്, കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടേ അല്ല. അപ്പൊ ബാങ്കിൽ നടക്കുന്ന പല കാര്യം, ഡെബിറ്റ് ക്രെഡിറ്റ്, അതിങ്ങോട്ട് പേയബിൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നേ ഇല്ല. ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് കാര്യം. പിന്നെ ആസ് എ ബാങ്കർ ഫ്രണ്ടിൽ ഒരു കസ്റ്റമർ വരുമ്പോഴും അവര് നമ്മളെ ജസ്റ്റ് ബാങ്കിങ് സൈഡ് മാത്രമായിരിക്കുമല്ലോ ചോദിക്കുന്നത്. അവർക്ക് പല ഡൗട്ട്സ് ഉണ്ടാവും. ITRന്റെ കാര്യം ചോദിക്കും, GSTയുടെ കാര്യം ചോദിക്കും. നമുക്കപ്പോ ഞാൻ പിന്നെ ഫ്രീസൺ ആവുകയാണ് അവിടെ. നമുക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. നമ്മൾ പിന്നെയും പലപ്പോഴും പലവരും കാണാനേ നമ്മൾ പറയുള്ളൂ. അപ്പൊ ആ ഡിഫിക്കൽട്ടി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പൊ പിന്നെ ഓട്ടോമാറ്റിക്കലി എനിക്ക് അറിവ് വേണം എന്നുള്ളൊരു ഇതായി. പിന്നെ നമ്മൾ ഇതിനെ നന്നായിട്ട് ഫോളോ ചെയ്യാൻ തുടങ്ങി. JIB എങ്ങനെയാണ് പഠിക്കേണ്ടത്, ലിറ്ററലി ജസ്റ്റ് മൾട്ടിപ്പിൾ ചോയ്സ് എന്നുള്ള സംഭവം ഞാൻ ആ കോൺസെപ്റ്റേ മാറ്റി. നമ്മൾ കൺസെപ്ച്വലി ഇതിനെ അപ്രോച്ച് ചെയ്യണമെന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഇതിന് വേണ്ടിയിട്ട് ടൈമായിട്ട് ഇങ്ങനെ ഇന്ന് 2 hours പഠിക്കണം എന്ന് പറഞ്ഞല്ലേ. എപ്പോഴാണോ വന്നെ ബാങ്കിൽ നിന്ന് എപ്പോഴാണോ ഇറങ്ങുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ എങ്ങനെയായാലും ഇന്ന് എനിക്ക് ഇത്രയും കവർ ചെയ്യണം, പഠിക്കണം, എനിക്ക് നോളജ് വേണം എന്നുള്ള രീതി തന്നെ ഞാൻ ഇതിനെ മുമ്പോട്ട് കണ്ടിരുന്നു. സാറിന് പഠിക്കുന്ന സമയത്ത് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയ പേപ്പർ ഏതായിരുന്നു? അത് എങ്ങനെയാണ് സാർ ഓവർകം ചെയ്തത്? എനിക്ക് ഒബ്വിയസ്ലി ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയത് AFM തന്നെയാണ്. അക്കൗണ്ടൻസി ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയത്. ബാക്കി ഇപ്പം മറ്റേ RBWM ആണെങ്കിലും PPB ആണെങ്കിലും ബാങ്കിങ് വെച്ചിട്ട് നോളജ് വെച്ചിട്ട് നമുക്ക് കുറെയൊക്കെ നമുക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഔട്ട് ഓഫ് ദി ബ്ലൂ എന്ന് തോന്നുന്ന ആകെ IFSും അക്കൗണ്ടൻസി ആയിരുന്നു എനിക്ക്. ബിക്കോസ് എക്കണോമിക്സിന്റെ ഒരു 90% നമുക്കിവിടെ ബാങ്കിങ് സെക്ടറിൽ നമുക്ക് ആ ഒരു ലൈക്ക് ഇൻസൈറ്റ് കിട്ടിയിട്ടുണ്ടായില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ നമുക്ക് കേട്ട് പരിചയമുണ്ടെങ്കിലും ബാക്കി 90% ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു, ഭയങ്കര വാസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെയാണ് അക്കൗണ്ടൻസി ലിറ്ററലി എനിക്കൊന്നും അറിയാൻ മേലായിരുന്നു, ഒന്നുമേ അറിയാൻ മേലായിരുന്നു. ഞാൻ എവിടെയും പഠിക്കാനും പറ്റിയിട്ടില്ല. ഞാൻ ആക്ച്വലി 2 പേപ്പേഴ്സ് ഞാൻ പറഞ്ഞില്ല നേരത്തെ, അത് 2ലും ഞാൻ അക്കൗണ്ടൻസി ഇതുവരെ കണ്ടിട്ട് കൂടിയില്ല. അപ്പൊ എങ്ങനെ ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് കൂടെ എനിക്ക് അറിയാൻ മേല. എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നി. പക്ഷെ അത് അങ്ങനെ ഞാൻ ഡിഫിക്കൽട്ട് എന്നുള്ള രീതി മാറ്റിയിട്ട് മനസ്സിലാക്കണം, ഇത് മനസ്സിലാക്കിയാലേ ശരിയാവുള്ളൂ. ഷോർട്ട് കട്ട്സ് ഇല്ല എന്ന് മനസ്സിലാക്കി. ബാക്കി നമുക്ക് ഇപ്പൊ RBW ആണെങ്കിലും PPB ആണെങ്കിലും കുറെ ഷോർട്ട് കട്ട്സ് നമുക്കുണ്ട്. നമുക്കത് പഠിക്കുമ്പോഴും മനസ്സിലാവും, ബാങ്കിങ്ങിന്റെ നോളജ് വെച്ചിട്ട് മനസ്സിലാവും. പക്ഷെ അക്കൗണ്ടൻസി നമുക്ക് ഷോർട്ട് കട്ട്സ് വെച്ചിട്ട് പഠിക്കാൻ പറ്റൂലെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. IAFSനെ പറ്റിയോ?
IF തിയറി ആണ് അത്. ആക്ച്വലി ഞാൻ എനിക്ക് എന്താണ്ട് ഒരു മാർക്കിനെ കണ്ടാണ് പോയത് ഫസ്റ്റ്. പിന്നെ പിന്നീട് ഞാൻ നോക്കിയപ്പോഴേക്കും നമുക്കിത് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നുണ്ട്. ലൈക്ക് റിയൽ ലൈഫായിട്ട് സിനാരിയോസ് ആയിട്ട് കുറെ നമുക്ക് പഠിക്കാൻ പറ്റും. ഇപ്പൊ ട്രഷറി ബില്ല്, ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, പ്രൈമറി മാർക്കറ്റ്, സെക്കൻഡറി മാർക്കറ്റ്, അതൊക്കെ നമ്മൾ ജസ്റ്റ് സേക്ക് ഓഫ് ഇത് പഠിച്ച് തീരണല്ലോ എന്ന് വെച്ചിട്ട് പഠിക്കുന്നതിനെക്കാട്ടും നല്ലത് റിയൽ ലൈഫായിട്ട് ഞാൻ കുറെ കണക്ട് ചെയ്യാൻ തുടങ്ങി. നമ്മൾ ഇപ്പൊ ഒരു ഫിനാൻഷ്യൽ ന്യൂസ് എടുക്കുവാണെങ്കിലും അതിൻ്റെ അകത്ത് കാണാൻ തുടങ്ങി, അതിൻ്റെ അകത്ത് ഇത് തരാൻ തുടങ്ങി. അപ്പൊ നമുക്ക് കൂടുതൽ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ IBS എങ്ങനെയാണ് സാറിന്റെ പഠനത്തെ സഹായിച്ചത്? നമ്മുടെ മോക്ക് ടെസ്റ്റ്, ക്ലാസ്സസ്, PPTs, സ്റ്റഡി നോട്ട്സ്, ഇതിൽ ഏതാണ് കൂടുതൽ സാറിന് എക്സാമിനേഷന് വേണ്ടി ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയത്? എനിക്ക് ശരിക്കും തോന്നിയത് നമ്മുടെ മെറ്റീരിയൽ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. ഞാൻ കണ്ടെത്തണതിൽ എനിക്ക് ഇത്രയും ഹെൽപ്പ് ചെയ്തേക്കുന്ന ഒരു സംഭവം എനിക്ക് ക്ലാസ്സസിന്, അപ്പാർട്ട് ഫ്രം ക്ലാസ്സസ്, എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയ മെറ്റീരിയലാണ്. ബിക്കോസ് നമ്മളിപ്പോൾ ക്ലാസ്സസിന് പല പോയിന്റ്സും കേൾക്കുന്നുണ്ട്, പറഞ്ഞു പോണത് നമുക്ക് ആ മെറ്റീരിയൽ നോക്കുമ്പോൾ ഇൻ ഡീറ്റെയിൽ ആണ് മനസ്സിലാക്കുന്നത്. നമുക്ക് കാണാണ്ട് പഠിക്കേണ്ട കാര്യം എനിക്ക് തോന്നിയിട്ടുണ്ടായില്ല. ഈവൻ ഇഫ് ഫോർ എക്കണോമിക്സ് നമ്മൾ നോക്കുമ്പോൾ ഓരോ പോയിന്റ് ക്ലാസ് പറയുന്നുണ്ട്, അത് നേരെ മെറ്റീരിയൽ നോക്കുമ്പോൾ അത് ഇൻ ബ്രീഫായിട്ടാണ് കിടക്കുന്നത്. നമുക്ക് ജസ്റ്റ് കഥ വായിച്ചു പോണ പോലെ തന്നെ നമുക്കത് വേഗം കോപ്പപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഈ മെറ്റീരിയൽസ് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിരുന്നു. അതുപോലെ തന്നെയായിരുന്നു മോക്ക് ടെസ്റ്റ്. അത് അവസാനത്തെ ലൈക്ക് ഒരു 100 ക്വസ്റ്റ്യൻ്റെ അവസാന മോക്ക് ടെസ്റ്റ് ഉണ്ട്. ചാപ്റ്റർ വൈസ് അല്ല, ലാസ്റ്റ് നമുക്കിപ്പം ഒരു 3 hours ലൈക്ക് ജസ്റ്റ് ലൈക്ക് JABയുടെ എക്സാം എങ്ങനെയാണോ അതേപോലെ 2 hours 100 ക്വസ്റ്റ്യൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു ലാസ്റ്റ്. അതിനെ ശരിക്കും എന്നെ ഹെൽപ്പ് ചെയ്തെന്ന് തോന്നുന്നു. ബിക്കോസ് നമ്മൾ എങ്ങനെയാണോ റിയൽ ലൈഫായിട്ട് ഇപ്പം ഫോർ എക്സാമിനേഷൻ എങ്ങനെയാണോ ഇരിക്കുന്നത് അതേ ടൈപ്പ് പാറ്റേൺ, കറക്റ്റ് പാറ്റേൺസ് ആയിരുന്നു. കറക്റ്റ് ഈച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് മനസ്സിലാവും ഇത് കറക്റ്റ് JB ലെവലാണ്. കറക്റ്റ് എനിക്ക് അത് ശരിക്കും എന്നെ എന്താ പറയുക, എൻ്റെ നോളജിനെ ശരിക്കും ബൂസ്റ്റപ്പ് ചെയ്യുകയും ചെയ്ത് കോൺഫിഡൻസും എനിക്ക് നന്നായിട്ട് കിട്ടുകയും ചെയ്തു. ഇനി JIB പ്രിപ്പയർ ചെയ്യാതിരിക്കുന്ന ബാങ്കേഴ്സ് ഉണ്ടല്ലോ, അവർക്ക് സാറിന്റെ അനുഭവത്തിൽ നിന്ന് എന്ത് ഉപദേശം കൊടുക്കാൻ പറ്റും? അങ്ങനെ പറയുകയാണെങ്കിൽ ബെസ്റ്റ് എന്താന്ന് എനിക്ക് തോന്നിയേക്കണെന്ന് വെച്ചാൽ, കുറെ പേർക്ക് ഇപ്പോൾ ഞാൻ മാറ്റി വെച്ചിട്ട് ബാക്കി കുറെ പേരുടെ കാര്യം ഞാൻ കേൾക്കാറുണ്ട്. ജസ്റ്റ് ഇത് MCQs ആണ്, ജസ്റ്റ് നമുക്ക് പോയാൽ മതി, MCQ ആണ്, 4 ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒരെണ്ണം കുത്തിക്കഴിഞ്ഞാൽ കിട്ടും, ഓൺലി 50 മാർക്സ് മതി. അത് ഒരിക്കലും നമ്മൾ ആ രീതിയിൽ ഇതിനെ അപ്രോച്ച് ചെയ്യാൻ നിൽക്കുകയോ ചെയ്യരുത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്കത് നോളജ് തരുവാണ്. എനിക്കിപ്പോൾ JB കിട്ടിയത് കൊണ്ട് ഇൻസെന്റീവ് അല്ലെ പ്രൊമോഷൻ അപ്പാർട്ട് ഫ്രം ദാറ്റ് എനിക്ക് ഇത്രയും നോളജ് കിട്ടുകയാണ്. നമ്മൾ ആ രീതിയിൽ വേണം JB അപ്രോച്ച് ചെയ്യാൻ. അല്ലാണ്ട് ജസ്റ്റ് സേക്ക് ഓഫ് ഇൻസെന്റീവും ഇത് മാത്രം നോക്കുവാണെങ്കിൽ നമുക്ക് ആ നോളജ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് എന്നാ പറയാ എക്സാം തന്നെ ക്ലിയർ ചെയ്യാൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യും. നമ്മളിത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം നമ്മുടെ ലൈഫിനായാലും നമുക്ക് ബാങ്കിങ് സെക്ടറിലായാലും എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ എന്നുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് എന്താ പറയാ പഠിക്കാനും എൻതൂസിയാസം തോന്നും, ഈസി ആയിട്ട് ഇത് ക്രാക്കബിളും ആണ്. നമ്മളിതിനെ ഇത് പഠിച്ചെടുക്കണമല്ലോ എന്നുള്ള രീതിയിൽ ഇതിനെ അപ്രോച്ച് ചെയ്യരുത് ഒരിക്കലും. വെരി നൈസ് പോയിന്റ്സ്. ഇത് ഇപ്പം JIB കഴിഞ്ഞു, ഇനി അടുത്തത് എന്താണ്? ബാങ്കിങ് സെക്ടറിൽ എന്തിലോട്ട് വരാനാണ് ഇനി അടുത്ത തീരുമാനം? ആക്ച്വലി എനിക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ റിസ്ക് സെക്ടേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആ എഞ്ചിനീയർ എനിക്കത് കൂടുതൽ എന്നെ ഡ്രിവൺ ചെയ്യുന്നുണ്ട്. എനിക്കത് പഠിക്കാനും അതിനെപ്പറ്റി കേൾക്കുമ്പോഴൊക്കെ എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് റിസ്ക് മാനേജ്മെന്റും കാര്യങ്ങളാണ് കൂടുതൽ ഇൻട്രസ്റ്റ്. അപ്പോൾ ഞാൻ ഇപ്പൊ തന്നെ ഞാൻ എന്തായാലും CAB ഇലക്ട്രിക് പേപ്പർ തന്നെ റിസ്ക് എടുക്കുള്ളൂ. ബിക്കോസ് എനിക്കത് പഠിക്കണം എന്ന് ഇഷ്ടമാണ്. ഞാനിപ്പം അങ്ങനെയാണ് ഇപ്പൊ കരിയറിൽ ഓറിയന്റഡ് ആക്കി വെച്ചേക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഇത്രയും വിലയേറിയ, ഇനിയും വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല പറയാന്. എന്തായാലും ഇത്രയും വിലയേറിയ സമയം, താങ്കളുടെ വിലയേറിയ സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിൽ ഏറ്റവും വളരെയധികം നന്ദിയുണ്ട്. വളരെയധികം നന്ദി. നിങ്ങളുടെ ഇത്രയും ആക്ച്വലി മേഡത്തിനെ പറ്റി സീരിയസ് ആയിട്ട് ഞാനിവിടെ കുറെ പേരിലൊക്കെ ഞാൻ ഈ ബാങ്കിങ്ങില് എന്റെ ബ്രാഞ്ചിൽ തന്നെ പറഞ്ഞായിരുന്നു, മാഡം എന്നെ ഡ്രിവൺ ചെയ്തേക്കണ പോലെ ഈവൻ ഇഫ് എന്റെ കോളേജോട് എന്നെ ഡ്രിവൺ ചെയ്തിട്ടില്ല. ലൈക്ക് ഈച്ച് ആൻഡ് എവറി ടൈം ഓരോ അപ്ഡേറ്റ് വരുമ്പോൾ മാഡം എന്നെ ശരിക്കും ഫോളോ അപ്പ് ചെയ്യാൻ ട്രൈ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. മാഡം എന്നെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ലൈക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അതിന്റെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എന്നൊക്കെ പറഞ്ഞ് മാഡം തന്നെ കുറെ കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് ഐ എം മച്ച് മോർ ഒബ്ലൈസ്ഡ് ഫോർ ദാറ്റ്. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. പിന്നെ സാറിന്റെ ഭാവി ജീവിതത്തിലും കരിയറിലും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി സർ, നന്ദി. താങ്ക് യു സർ.